അപ്പം മുമ്പോട്ട് പോകുമ്പോൾ അതായത് ഇത്ര ദിവസമുള്ളൊരു കൗണ്ട് ഡൗണാണ് നമുക്കുള്ളത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ വളർച്ച എന്നുള്ളത് നമ്മൾ ജനിക്കുമ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പാത്രം കൊണ്ടാണ് നമ്മൾ ജനിച്ച് വീണത്. ഏട്ടനോട് അമ്മ ഓരോ കാര്യങ്ങൾ പറയും, ആ പറയുന്ന അത് എടുത്തുകൊണ്ട് വരാൻ പറയും, അല്ലെങ്കിൽ കടയിൽ പോയി സാധനം വാങ്ങിയിട്ട് വരാൻ പറയും എന്ന് പറയുമ്പോൾ എന്നോട് ഇതൊന്നും പറയില്ല. എന്നോട് പറയാതാവുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഒരു തോന്നലുണ്ട്, എനിക്ക് വളരണം. ഈ മാറ്റം വരുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നത് നമ്മളെ ഒരു നീഡിനെ ആസ്പദമാക്കിയിട്ടാണ്. നമുക്ക് കിട്ടാത്തത് വേറെ പലർക്കും ഉണ്ടാകുമ്പോൾ അതിലും ഭംഗിയായിട്ട് നമുക്ക് ചെയ്യണമെന്നൊരു തോന്നൽ നമുക്ക് തോന്നിയിട്ടുള്ള സമയത്ത്, നേരെ തിരിച്ച് ചുറ്റും അപ്പുറം നിൽക്കുന്നവർക്ക് ഇപ്പുറം നിൽക്കുന്നവർക്ക് ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ് എങ്കിൽ നമുക്ക് വലിയ ആകാംക്ഷയൊന്നും ഉണ്ടാവില്ല. ഒരുപക്ഷെ സംരംഭകത്വത്തിലേക്ക് പോയിട്ടുള്ള 90% ആദ്യത്തെ ആളുകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു. കയ്യിലൊന്തെങ്കിലും അതിഗംഭീരമായി വെച്ചിട്ട് ഒന്നും ആയിരുന്നില്ല. ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു ഹരിയോടൊപ്പം എന്ന ഈ യാത്ര നമ്മൾ തുടങ്ങിയിട്ട്. അതായത് 125ഓളം എപ്പിസോഡുകൾ. അത്രത്തോളം തന്നെ വൈവിധ്യങ്ങളായ വിഷയങ്ങൾ നമ്മൾ ഇതിനകം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ആ വീഡിയോ എല്ലാം തന്നെ നമ്മുടെ യൂട്യൂബിൽ ലഭ്യമാണ്. എല്ലാവരും ആ വീഡിയോകൾ, ആ എപ്പിസോഡുകൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ പുതിയ വർഷത്തിൽ ചില പുതുമകളോടെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഇതുവരെ ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഇക്കുറി ഞങ്ങൾ ചർച്ചയ്ക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ സീരീസിൽ അത്തരം വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഹരിയോടൊപ്പം എന്ന ഈ യാത്രയിൽ നമ്മോടൊപ്പം ശ്രീ ഹരിയൻ നമ്പൂതിരി ചേരുന്നു. ഹരി, സ്വാഗതം. പുതിയ വർഷമാണ്, പുതിയ തുടക്കമാണ്. അപ്പം ഹരിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ എന്താണുള്ളത് പുതിയ വർഷത്തിൽ? ഓരോ പുതിയ വർഷവും നമുക്ക് ഒരു പുതിയ പ്രതീക്ഷയാണ്. ഇന്നലെ നമുക്കൊരിക്കലും മോശമായിരുന്നില്ല, പക്ഷേ നാളെ നമ്മുടെ പ്രതീക്ഷ എന്നുള്ളത് വളരെ വലുതാണ്. നാളെയിൽ മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് നമ്മൾ ജീവിച്ചതും ഇന്നലെ ജീവിച്ചതും അല്ലെങ്കിൽ നാളെ നമ്മൾ ജീവിക്കുന്നതും അടുത്ത നാളേക്ക് വേണ്ടിയാണ്. അപ്പം നാളെ എന്നുള്ളൊരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ 2026 നന്നായിട്ട് പ്രതീക്ഷിച്ചാൽ വളരെയധികം ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രായമാണ് പലതിനെയും മാനദണ്ഡമാക്കാറ്. പക്ഷെ പ്രായം കൂടി എന്നതുകൊണ്ട് മാത്രം ഒരാൾ വളർന്നതായി നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ശാരീരിക വളർച്ചയ്ക്കപ്പുറം മറ്റു പല ഘടകങ്ങളുമില്ലേ? വളർച്ച എന്നുകൊണ്ട് പലപ്പോഴും ഒരു സാധാരണ മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും പ്രായമുള്ള വളർച്ചയാണ്. എത്ര വയസ്സായി എന്ന് ചോദിക്കുന്നതാണ് വളർച്ച. 1 വയസ്സായ കുട്ടി വളർന്ന് 5 വയസ്സാകുമ്പോൾ അവൻ വളർന്നു എന്ന് പറയും, 5-ൽ നിന്ന് 10 ആകുമ്പോൾ വളർന്നു എന്ന് പറയും, 50 ആകുമ്പോൾ വളർന്നു എന്ന് പറയും, 80 ആകുമ്പോൾ പിന്നെ നമ്മൾ വളർന്നു എന്ന് പറയുമോ? ഏത് പ്രായം വരെയാണ് നമ്മൾ വളർന്നു എന്ന് പറയുക? ഒരു വളർച്ച എന്നുള്ളത് 35 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് തളർച്ചയല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രായക്കൂടുതൽ നമ്മുടെ വളർച്ചയല്ല, നമ്മളെ സംബന്ധിച്ചോളം ഒരു തളർച്ചയായിട്ട് പറയണം. കാരണം നമ്മുടെ കാലഘട്ടം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുമ്പോട്ട് പോകുമ്പോൾ അതായത് ഇത്ര ദിവസമുള്ളൊരു കൗണ്ട് ഡൗണാണ് നമുക്കുള്ളത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ വളർച്ച എന്നുള്ളത് നമ്മൾ ജനിക്കുമ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പാത്രം കൊണ്ടാണ് നമ്മൾ ജനിച്ച് വീണത്. നമ്മുടെ ബ്രെയിൻ വളരെ വളരെ ക്ലിയറായിരുന്നു, അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ഓരോ ദിവസവും നമ്മൾ കയറ്റി കൊണ്ടുവന്ന അല്ലെങ്കിൽ നമുക്കതിലേക്ക് കൊണ്ടുവന്ന ഇൻഫർമേഷൻസ്, ആ ഡേറ്റാസിനെ പ്രോസസ്സ് ചെയ്ത് നമ്മൾ എന്തുമാത്രം അപ്ഡേറ്റഡായി, എന്തുമാത്രം നോളജ് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യാൻ പാകത്തിന് നമ്മുടെ സിസ്റ്റം എന്തുമാത്രം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ വളർച്ചയുടെ ഒരു മാനേണ്ടായിട്ട് വരിക. എന്തെങ്കിലും ആ പ്രോസസ്സിങ് നമ്മുടെ ബോഡി നിർത്തുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ചിന്ത നമ്മൾ നിർത്തുകയാണെന്ന് തീരുമാനിച്ചാൽ അന്ന് തൊട്ട് സമൂഹം നമ്മളെ അന്വേഷിക്കുകയെന്നില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രായത്തിന് അപ്പുറേക്ക് പ്രോസസ്സ് ചെയ്യാൻ പാകത്തിനുള്ള ഡേറ്റ കയറ്റി എന്തുമാത്രം ഇൻപുട്ട് നമ്മൾ ഉണ്ടാവുന്നു, അന്ന് ആ ഇൻപുട്ട് നമ്മൾ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് 80 വയസ്സായ ഒരാളും 90 വയസ്സായും വീണ്ടും പുതിയ ഇൻപുട്ട് ഇട്ട് അതിനെ വീണ്ടും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവർ വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളർച്ച ഒരിക്കലും പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല. പലപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്ത് പറയുമ്പോഴായിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് അത് കൂടുതൽ അവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് തോന്നുന്നു. ഇപ്പം ഹരിയുടെ ഒരു വ്യക്തിയെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇനി ഇങ്ങനെയൊന്നും നടന്നാൽ പോരാ, ഞാൻ മുതിർന്നു എന്ന് തോന്നുന്നൊരു ക്രൂഷ്യൽ നിമിഷം ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ. അങ്ങനെ തോന്നിയൊരു നിമിഷം എന്താണ്? ഏറ്റവും ചെറിയ സമയത്ത് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏറ്റവും ചെറിയ സമയത്തിലെന്ന് വെച്ചാൽ ഒരു 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഏട്ടനോട് അമ്മ ഓരോ കാര്യങ്ങൾ പറയും, ആ പറയുന്ന അത് എടുത്തുകൊണ്ട് വരാൻ പറയും, അല്ലെങ്കിൽ കടയിൽ പോയി സാധനം വാങ്ങിയിട്ട് വരാൻ പറയും എന്ന് പറയുമ്പോൾ എന്നോട് ഇതൊന്നും പറയില്ല. എന്നോട് പറയാതാവുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഒരു തോന്നലുണ്ട്, എനിക്ക് വളരണം.
അല്ലെങ്കിൽ ഏട്ടന് വളർച്ച കൂടുതലുണ്ട്, ഏട്ടൻ എന്നേക്കാളും മൂത്തതായതുകൊണ്ടാണ് ഏട്ടനോട് ഇത് പറയണത്. ഇനി അങ്ങനെ പോരാ, ഞാനും ഈ പറഞ്ഞ പോലെ പറയും. അപ്പോൾ ഞാൻ കുറച്ച് ഗൗരവമായിട്ട് അല്ലെങ്കിൽ എന്നോട് പറയണം എന്ന് വന്ന് ഞാൻ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ കരയുന്നൊരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അതെനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ പറയുക, നമുക്കൊരാവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ കേപ്പബിൾ ആണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, എനിക്ക് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു വളർച്ചയുടെ അല്ലെങ്കിൽ എൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി ഞാനിങ്ങനെ എന്താ പറയുക മാറിക്കൊണ്ടേയിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ആ മാറ്റം എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാറ്റം വരുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നത് നമ്മളൊരു നീഡിനെ ആസ്പദമാക്കിയിട്ടാണ്. ഈ നീഡ് പലപ്പോഴും നമുക്കൊരു ചെറിയ അസൂയയിൽ നിന്നൊക്കെ ഉണ്ടാവുക. നമുക്ക് കിട്ടാത്തത് വേറെ പലർക്കും ഉണ്ടാകുമ്പോൾ അതിലും ഭംഗിയായിട്ട് നമുക്ക് ചെയ്യണമെന്നൊരു തോന്നൽ നമുക്ക് തോന്നിയിട്ടുള്ള സമയത്ത്, നേരെ തിരിച്ച് ചുറ്റും അപ്പുറം നിൽക്കുന്നവർക്ക് ഇപ്പുറം നിൽക്കുന്നവർക്ക് ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ് എങ്കിൽ നമുക്ക് വലിയ ആകാംക്ഷയൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ കാണാത്തൊരു സാധനം വേണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. വേറൊരാൾ ചെയ്യുന്ന സാധനത്തിനകത്ത് അത് കണ്ടിട്ട് അവരെ വേറൊരാൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം എനിക്കത് കിട്ടിയില്ല. അത് കിട്ടാൻ തോന്നുമ്പോൾ വേറുന്നുണ്ട്. അവരെ പോലെ ആവാനില്ല, അവർക്ക് കിട്ടിയ പോലെ അപ്രീസിയേഷൻ ലഭിക്കാൻ വേണ്ടി, അവർക്ക് അപ്രീസിയേഷൻ കിട്ടിയതിൽ എനിക്ക് സങ്കടമില്ല, എനിക്കും കൂടെ അത് വേണമെന്ന് എനിക്കൊന്നും തോന്നിയിട്ടുള്ളൂ. അതിനുവേണ്ടി അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടേതായിട്ടുള്ള ചിന്ത അത് മാറാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഈ മാറ്റമായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ഓരോ കാലഘട്ടത്തിൽ ഓരോ സ്റ്റേജിലേക്ക് നമ്മളെ എത്തിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ചില ക്രൂഷ്യലായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരുമല്ലോ ജീവിതത്തിൽ. ഇപ്പം ഹരിയുടെ ജീവിതം തന്നെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സംരംഭകനാകണം എന്നുള്ള, കാരണം ഇനി എൻ്റെ ജീവിതം എന്നുള്ളൊരു തീരുമാനം നമ്മൾ കൈക്കൊള്ളുന്ന ഒരു നിമിഷമുണ്ട് ജീവിതത്തിൽ. അതൊരു വളർച്ചയുടെ ഭാഗമാണ്. നമ്മളൊരു മുതിർന്ന ഒരാളായി നമ്മുടെ ജീവിതം നമ്മൾ തീരുമാനിക്കുക എന്ന് പൊതുവേ നമ്മൾ പറയാറുണ്ടല്ലോ. മറ്റു പലരും പറഞ്ഞതും കേട്ടതും ഒക്കെ വെച്ച് അല്ലെങ്കിൽ ഉപദേശിക്കുന്നതൊക്കെ വെച്ച് തീരുമാനം എടുക്കുന്ന ഒരു സിസ്റ്റം പൊതുവേ ഉണ്ട്. അതിൽ നിന്നും മാറിയിട്ട് നമ്മളുടെ ഒരു ഡിസിഷൻ എടുക്കുന്ന ആ ഒരു നിമിഷം എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നത് നമ്മുടേതായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത് ഗതികേടിൻ്റെ ഒരു സിറ്റുവേഷനിൽ തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നും. തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ചില പാഷൻസൊക്കെ വരുന്നത് നമ്മുടെ ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ചുറ്റും നിൽക്കുന്നവരെ കണ്ടിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ച തന്നെയാണ് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും ഭയങ്കരമായിട്ട് നമ്മളെ സ്വാധീനിക്കുന്നത്. എനിക്ക് ഒരുപക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ചുറ്റും മറ്റുള്ളവരെ നമ്മൾ കാണുമ്പോൾ അവരുടെ സംസാരങ്ങൾ, അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ അത് ആ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രായത്തിൽ, അതായത് നമ്മുടെ പഠനത്തിൻ്റെ ഒരു സ്വാഭാവികം, ഞാൻ പഠനത്തിനൊട്ടും ഒരു അഗ്രഗണ്യനായിരുന്നില്ല. എനിക്ക് അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കോളേജിൽ ഞാൻ പോകുന്ന സമയത്തോ ഒക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് പഠിക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പല ചോദ്യങ്ങളും അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇത് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ പഠിക്കാൻ ഒട്ടും കേമനല്ല. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ജോലി എന്നുള്ള സംഭവത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് എത്ര നല്ല ജോലി കിട്ടും എന്നുള്ളതിനെപ്പറ്റി നിശ്ചയമില്ല. കാരണം എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് കിട്ടാവുന്ന ജോലിക്ക് ഇതിൽ കൂടുതലൊന്നും ഒരു മാന്യത ഉണ്ടാവും എന്നെനിക്ക് വിശ്വാസമില്ല. പിന്നെ എനിക്കൊരു തിരിച്ചറിവ്, എൻ്റെ ചെറുപ്പം തൊട്ടുള്ളൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ വേറൊരാൾ പറയുന്ന സംഭവം അതേപടി ചെയ്യാൻ എനിക്ക് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല. നേരെ വെച്ച് വേറൊരാൾ എന്നോട് പറയുകയാണ് ഇന്ന സാധനം ആവശ്യമുണ്ട്, അതിനെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് എൻ്റേതായിട്ടുള്ള യുക്തി ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ എനിക്ക് അന്ന് സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കിയൊരു സാധനമുണ്ട്, എനിക്ക് വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനേ കഴിയുള്ളൂ. സ്വന്തമായി എന്തെങ്കിലും ചെയ്യുന്നതിന് രണ്ട് കാര്യം ഉണ്ടായിരുന്നു. ഒന്ന്, എനിക്ക് വേറൊരിടത്തും നല്ല ജോലി കിട്ടില്ല. രണ്ട്, ഈ പറഞ്ഞ പോലെ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് കണ്ടുപിടിച്ച് ചെയ്യാനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള താല്പര്യം, ഒരു പൂജ്യത്തിൽ നിന്ന് കണ്ടുപിടിച്ച് ചെയ്യാനുള്ള സ്വാഭാവിക താല്പര്യം വരും. മൂന്നാമതൊരു കാര്യം, പണമില്ല കയ്യിൽ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇല്ലാത്ത സാധനം ചെയ്യാനും, അപ്പോൾ ഇല്ലാത്ത സാധനത്തെപ്പറ്റി ഒരു ഭയം തോന്നാതെ നമുക്ക് ആഗ്രഹിക്കുന്ന സാധനം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ഒരു എന്താ പറയുക, ആ ഒരു ഡ്രൈവ് നമ്മുടെ കയ്യിൽ അപ്പുറം ഇപ്പുറയും നമ്മൾ കടലിൻ്റെ നടുക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു ധൈര്യം സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ സംരംഭകത്വത്തിലേക്ക് പോയിട്ടുള്ള 90% ആദ്യത്തെ ആളുകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു. കയ്യിലൊന്തെങ്കിലും അതിഗംഭീരമായി വെച്ചിട്ട് ഒന്നും ആയിരുന്നില്ല. അവർക്ക് അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരവസ്ഥയിൽ നിന്ന് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു പാത വെട്ടണം, അല്ലെങ്കിൽ വേറൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നതായിരിക്കാം. അത് തന്നെയായിരിക്കാം പുതിയ സംരംഭകർക്കും ചിന്തിക്കാവുന്ന ഏറ്റവും നല്ല മാർഗവും. പൊതുവെ ഇപ്പം ഒരു ഡോക്ടറാണെങ്കിൽ എളുപ്പത്തിൽ മക്കളും ഡോക്ടറാവുക എന്നുള്ളൊരു സാധനമുണ്ട്. അതുപോലെ പൊതുവെ പാരൻസിൻ്റെ
പാത പിന്തുടരുന്ന ഒരുപാട്, അതെനിക്കൊന്ന് ചിലപ്പോൾ ഈസി വേ ആയതുകൊണ്ടായിരിക്കാം, അവർ കണ്ടു വളർന്നത്, അവർ ശീലിച്ച സാഹചര്യങ്ങൾ ഒക്കെ കൊണ്ടായിരിക്കാം പലരും ഇന്നത്തെ തലമുറ അങ്ങനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷേ ഹരിയുടെ മുന്നിൽ അങ്ങനെ ഒരു മാതൃക ഉണ്ടായിരുന്നു. ഒരു സംരംഭകനാവാൻ ഹരിയെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മാതൃക, അല്ലെങ്കിൽ നേരത്തെ ഹരി പറഞ്ഞു, ഈ പറഞ്ഞ പോലെ ഒന്നും ഇല്ലായിരുന്നു തുടങ്ങാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലും ഈ സംരംഭകനാകാൻ എന്തെങ്കിലും ഒരു മാതൃകയോ അല്ലെങ്കിൽ അങ്ങനെ മോട്ടിവേഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു? ഞാനൊരു പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ആയുർവേദ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഒരുപക്ഷെ 1000 വർഷത്തോളം പഴക്കമുണ്ട് നമ്മുടെ കുടുംബത്തിന് ആയുർവേദം. ഈ ഒരു പ്രദേശത്ത് മാത്രം, അതായത് ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് മാത്രം എന്ന് പറയുക. കാരണം വെളിയിൽ നിന്ന് ഈ ഒരു പ്രദേശത്ത് ദേശവൈദ്യന്മാരായിട്ട് വന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ്. മുത്തച്ഛനായിട്ട്, അച്ഛൻ്റെ അച്ഛനായിട്ട് ഒരു വൈദ്യശാല അല്ലെങ്കിൽ ഔഷധ നിർമ്മാണവും ചികിത്സയൊക്കെ ആ കാലത്ത് വീണ്ടും ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ട് തുടങ്ങിയിരുന്നു. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ എന്താ പറയുക, ഡിമിനിഷ് ചെയ്ത് വന്നു. അപ്പോൾ നമുക്കൊരു കാലത്തിലേക്ക് അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റേണ്ട ഒരു ആവശ്യം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അത് വീണ്ടും ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ നന്നായി കൊണ്ടുപോകണം എന്നൊരാവശ്യം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ തുടങ്ങിയത് ആയുർവേദമായിരുന്നില്ല എന്നുള്ളതാണ് ഇതിലെ തമാശ. കാരണം എനിക്ക് വേറിട്ടൊരു സംഭവം ചെയ്യാൻ ആണ് ഞാൻ ആഗ്രഹിച്ചത്. അത് തുടങ്ങിയത് അത് വളരെ അതിമനോഹരമായിട്ട് തന്നെ പൊളിയുകയും ചെയ്യും. അതെന്താ വെച്ചാൽ ഒരുപക്ഷെ കുടുംബം മുഴുവൻ നശിക്കാൻ പാകത്തിനുള്ളൊരു ഘട്ടത്തിലേക്ക് വരെ പോകുന്ന ഒരു എന്താ പറയുക, ചെറിയ പ്രായത്തിൽ അത്ര നല്ല ഒരു ബാധ്യത ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇന്ന് ഞാൻ നോക്കുമ്പോൾ വളരെ സന്തോഷമായിട്ട് വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റിയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വേറൊരാൾ നമ്മളോട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്ന അപ്പുറയ്ക്ക് സംരംഭകത്വത്തിൽ അബദ്ധങ്ങൾ സ്വാഭാവികമായിട്ട് വന്നു ചേരേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാവണം. അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ ഓരോ കാര്യത്തിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടെ വ്യക്തതയുണ്ടാവും. പിന്നെ പാരമ്പര്യമായിട്ട് ഇത്തരം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഡോക്ടറാവുന്നു, കുട്ടികൾ ഡോക്ടറാവുന്നു, വക്കീലിൻ്റെ കുട്ടികൾ വക്കീലിൻ്റെ ആയി മാറുന്നു, അല്ലെങ്കിൽ സംരംഭകൻ്റെ കുട്ടികൾ വ്യവസായികളാവുന്നു എന്നുള്ളത് അതിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഒരു അടിസ്ഥാനം ഉണ്ടാക്കി വെച്ചാൽ, ഇപ്പം നമ്മളായ ഒരു അടിസ്ഥാനം ഉണ്ടാക്കി, ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി വെച്ചാൽ അതിനപ്പുറത്തേക്ക് ആ ഒരു ബാറ്റൺ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ തലമുറ ഉണ്ടെങ്കിലേ നമുക്കും ഇത് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ചിന്തിച്ച് ഒരിടത്ത് എത്തിക്കുന്നത് നാളെ വേറൊരിടത്തേക്ക് കൊണ്ടുപോകാൻ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ കൂടെ നമ്മുടെ കുടുംബം എന്നുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഇന്ന് ചെയ്യാൻ ഉള്ളൊരു വലിയ എനർജി തന്നെയായിരിക്കും. നമ്മൾ ചർച്ച ചെയ്ത വിഷയം വളർച്ച എന്നതിനെക്കുറിച്ചായിരുന്നു, ജീവിതത്തിലെ വളർച്ച. അത് സ്വന്തം ജീവിതത്തിലെ ഉദാഹരണങ്ങൾ തന്നെ നിരത്തിക്കൊണ്ട് ഹരി വളരെ സിമ്പിളായി വളരെ വ്യക്തമായി പറയുകയുണ്ടായി. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ഉറപ്പായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.